മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാനും ഡാൻഡ്രഫ് ഇല്ലാതാക്കാനും മുടിയിലുണ്ടാകുന്ന നര ഇല്ലാതാക്കാനും മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നല്ലതുപോലെ മുടി വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായി കാണാനായിട്ട് നോക്കുക. എന്നാലേ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ മാറ്റാനും മുടിയിലുണ്ടാകുന്ന ഡാൻഡ്രഫ് മാറ്റാനും പിന്നെ കൂടാതെ തന്നെ മുടിയിലുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ പലരെ അലട്ടുന്ന പ്രശ്നമാണ് മുടിയിൽ നര വീഴുന്നത്. അതൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമ്മൾ അമിതമായിട്ടുള്ള ടെൻഷനാണ് മെയിൻ കാര്യം. രണ്ടാമതായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺ, കൂടാതെ തന്നെ നമുക്ക് ഹോർമോൺ ചേഞ്ചസ് മൂലമൊക്കെ മുടി ഉണ്ടാവാറുണ്ട്. മൂന്നാമതായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കെമിക്കലിൻ്റെ ഇതുകൊണ്ടൊക്കെ നമുക്ക് മുടി കൊഴിച്ചിലും ഡാൻഡ്രഫും നരയും ഒക്കെ വരാനായിട്ട് ഇടയാവാറുണ്ട്. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഉപയോഗം. പല രീതിയിലും ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ ഉപയോഗം മൂലമൊക്കെ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മുടി കൊഴിച്ചിലും മുടിയിലും നരയും ഒക്കെ ഉണ്ടാവുന്നതും പിന്നെ ഡാൻഡ്രഫും ഒക്കെ വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ പരമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മുടിയുടെ നാച്ചുറലായിട്ടുള്ള ഒരു കളറും ഒക്കെ നശിക്കുകയും മുടി ഒഴിച്ചിലും മുടിയിൽ നരയും ഒക്കെ വീരാനായിട്ടൊക്കെ ഇടയാവുകയൊക്കെ ചെയ്യും. എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് മുടിയിലും നരയും മുടി ഒഴിച്ചിലും ഒക്കെ ഉണ്ടാവുന്നതും ഒക്കെ. എന്തായാലും അതിനുള്ള പരിഹാരമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഹോർമോണിൻ്റെ കാര്യത്തിൽ പോകാം. ആദ്യമേ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നല്ലേ നമുക്ക് ഹോർമോൺ ചെന്നാലല്ലേ നമ്മുടെ മുടി ഒഴിച്ചിലും ഒക്കെ മാറാനും മുടിയിൽ ഡാൻഡ്രഫ് വരാതെയും നര വരാതെയൊക്കെ ഇരിക്കുന്നത്. അതിന് ഹോർമോൺ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലും നമുക്ക് ആഹാരത്തിലൂടെയൊക്കെ നമുക്ക് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ ഒരു ടാബ്ലറ്റ് ഉണ്ട്. ആ ടാബ്ലറ്റ് വഴിയും നമുക്ക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾക്ക് കൊടുക്കുന്നതല്ല, പുരുഷന്മാർക്കും ആ ഒരു ടാബ്ലറ്റ് കഴിക്കാം. ഡിഫറെൻറ്റ് ടൈപ്പാണ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. പ്രഗ്നൻസി സമയത്ത് കഴിക്കുന്നത് വേറേതും. കൂടാതെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഞാനിവിടെ പിക്ചർ കൊടുക്കാം. ടാബ്ലറ്റ് അത് ഹെയറിനും സ്കിന്നിനും നൈൽസിനും ഒക്കെ, അതായത് നമ്മുടെ നഖങ്ങൾക്കും ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ്. അതിൻ്റെ ഹോർമോൺ എന്ന് പറയുന്നത് അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിക്കാം. അതിൻ്റെ ഒരു ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. ടാബ്ലറ്റിൻ്റെ ഗുണങ്ങളും അതിൻ്റെ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നൊക്കെ ഉള്ളത് അത് വ്യക്തമായിട്ട് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇത് നമുക്ക് ആമസോൺ വഴി ഒക്കെ മേടിക്കാൻ പറ്റും. ഈ ഒരു ടാബ്ലറ്റ് ആമസോണിൽ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കിട്ടും ടാബ്ലറ്റ്. നമുക്ക് മെഡിക്കൽ സ്റ്റോപ്പിൽ നിന്ന് മേടിക്കാം. എങ്ങനെയാണോ മേടിക്കാൻ സാധിക്കും. ഇത് വളരെ ഗുണമുള്ള ഒരു ടാബ്ലറ്റാണ്. എന്തായാലും നിങ്ങൾ മേടിച്ചൊന്ന് കഴിച്ച് നോക്കൂ. ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കുമ്പോൾ മാറ്റം കാണാം. കാരണം എൻ്റെ ഒരു ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. കാരണം എനിക്ക് ഹെയർ ഫാൾസ് വളരെയധികം ഉണ്ടായിരുന്നു. കാരണം കൊറോണയ്ക്ക് ശേഷമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഹെയർ ഫാൾസ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഞാൻ ഈ മരുന്ന് കഴിച്ചത്. എനിക്ക് ഡോക്ടറാണ് പറഞ്ഞു തന്നത്. ഞാനിതുപോലെ എൻ്റെ മുടി കൊഴിച്ചിലാണ്, എന്ത് ചെയ്യണം എന്നോർത്ത് വളരെ വിഷമിച്ചപ്പോൾ ഞാനിതുപോലെ ഒരു ക്ലിനിക്കിൽ ചെന്നിട്ട് ഡോക്ടറിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു മരുന്നൊന്ന് കഴിച്ച് ഒരാഴ്ച കൊണ്ടൊന്നും മാറില്ല, 2 ആഴ്ചയോളം എടുക്കും. ശരിയാണ്. ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പം മാറുമെന്ന് വെച്ചുകൊണ്ട് നോക്കി പിടിച്ചപ്പോൾ പിന്നെയും വരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പം നമ്മൾ പിടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇങ്ങനെ കിട്ടത്തില്ലയോ, അതൊക്കെ മാറിയിട്ട് മുടി നല്ലപോലെ ബേബി ഹെയർ വളർന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ബേബി ഹെയർ വളർന്ന് വരുന്നുണ്ട്. ഞാൻ ഉള്ള കാര്യം പറയാം, ഈ ഒരു ടാബ്ലറ്റ് വളരെ ഗുണമുള്ളതാണ്. എന്നും ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവർക്ക് ഇത് ചെയ്യാം. ഉറപ്പായിട്ടും മാറ്റം കിട്ടും. ഹോർമോണിൻ്റെ ആ ഒരു ബാലൻസിൻ്റെ കാര്യം മനസ്സിലായല്ലോ. പിന്നെ ഡാൻഡ്രഫിനെയും അതുവഴി നമുക്ക് ആ ഒരു ഹോർമോൺ കറക്റ്റായിട്ട് ബാലൻസ് ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് അതായത് നമ്മുടെ തലയോട്ടിയിൽ നമുക്ക് നല്ലപോലെ ആ ഒരു വേരൊക്കെ നല്ലപോലെ വളരാനും അവിടുത്തെ ആ ഒരു ജലാംശവും ഓയിലിൻ്റെ അളവൊക്കെ കൂടുന്നത് കൊണ്ടൊക്കെ വരൾച്ചയായിട്ടില്ലാത്തതൊക്കെ മാറിയിട്ട് അവിടുത്തെ ആ ഒരു ഡാൻഡ്രഫ് ഇല്ലാതാക്കാനൊക്കെ സാധിക്കും. പിന്നീട് അടുത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫിൻ്റെ കാര്യം തന്നെ. ഡാൻഡ്രഫ് കാരണം നമുക്ക് നല്ലപോലെ മുടി കൊഴിച്ചിലുണ്ടാവും. ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് വീണിട്ട് നമുക്ക് ചൊറിച്ചിലും മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ വരാനായിട്ട് ഇടയാകും. അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫ് കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ട് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇഞ്ചി ഉണ്ടല്ലോ. ഇഞ്ചിയുടെ നീര് തലയോട്ടിയിൽ തേച്ച് മസാജ് ചെയ്യുന്നതൊക്കെ, ഇഞ്ചി നീര് തേക്കുന്നത് നമ്മുടെ ഡാൻഡ്രഫിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതൊരു ദിവസം തന്നെ ഒരു നേരം തേച്ചാൽ മതി. അങ്ങനെ ഒരാഴ്ച നിങ്ങൾ
ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി വളർച്ച കൂടുകയും ഡാൻഡ്രഫ് ഇല്ലാതാവുകയും ഒക്കെ ചെയ്യും. ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. അതൊരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ചൊറിയുമ്പോൾ അവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ചൊറിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ആ ഒരു ഇത് ഇതിനകത്തേക്ക് വരികയും അത് സ്പ്രെഡ് ആവാനായിട്ട് ഇടയാകുന്നതൊക്കെ ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ ചൊറിഞ്ഞിട്ട് അത് കയ്യിൽ നിന്ന് അതിനിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ആ പൊടിയാൻ പോകും. എന്നിട്ട് മാത്രം കൈ കഴിയിട്ട് ശേഷം മറ്റുള്ള ഭാഗത്ത് ചൊറിയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് മറ്റുള്ള ഭാഗത്തേക്ക് സ്പ്രെഡായിട്ട് മുടി കൊഴിച്ചിൽ കൂട്ടും. അതുകൊണ്ടാണ് പറയുന്നത് കൈയോടുകൂടി തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ കാര്യം ഒന്ന് ചെയ്യും, നല്ല മാറ്റം കിട്ടും. നിങ്ങൾ ഉപയോഗിക്കുന്ന ചീപ്പ് മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കുക, മറ്റൊരാളുടെ ചീപ്പ് എടുത്ത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പരിമിതി വരെ ഡാൻഡ്രഫിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നത്തെ പ്രശ്നം വെച്ചാൽ നര വരാനായിട്ടുള്ള മെയിൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഹോർമോണിൻ്റെ ഒരു ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് നര വരുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ അതൊക്കെ മാറ്റാനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ നിങ്ങളിപ്പം മറ്റുള്ള എണ്ണകൾ മാറി മാറി തിരിഞ്ഞൊന്നും ഉപയോഗിക്കാതെ നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണോ, അതായത് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ചെറിയ മാറ്റം കാണുന്നത് ഏതാണോ ആ ഒരു ഓയിൽ ഉപയോഗിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഹെന്നായും ബ്ലാക്ക് കളറും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള പാക്കൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതൊക്കെ ചെയ്യുന്നതുമൊക്കെ നമുക്ക് ഒരു പരിമിതി വരെ നമുക്ക് മുടിയുടെ നര ഇല്ലാതാക്കാനൊക്കെ സാധിക്കും. ടെൻഷൻ അടിക്കാതിരിക്കുക, മൈൻഡ് ഫ്രീ ആക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നരയൊന്നും വരാതിരിക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഞാൻ ആ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഇനി മുടി കിളിക്കുന്നതിന് വളരെ അലട്ടുന്ന പ്രശ്നമാണ് മുടി വളരാതിരിക്കുന്നത്. മുടി എത്ര ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല. രാവിലെയും വൈകിട്ടും കുറേ ക്രീം വാരി തേക്കുന്നു, ഓയിൽ തേക്കുന്നു, ചേച്ചി ഞാൻ എന്ത് ചെയ്യണം മുടി വളരുന്നില്ല. നിങ്ങളുടെ മുടി വളരണമെങ്കിൽ നിങ്ങൾക്ക് ആഹാരത്തിലൂടെ ശരീരത്തിനകത്തേക്ക്, അതായത് നമ്മുടെ മുടി വളരാൻ സഹായിക്കുന്ന ഹോർമോണുണ്ട്, അത് കറക്റ്റായിട്ട് ചെല്ലണം. ഞാൻ ആദ്യമേ പറഞ്ഞ ടാബ്ലറ്റും കഴിക്കുക. കൂടാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കറ്റാർവാഴയുടെ ജെല്ല് തേച്ചിട്ട് മസാജ് ചെയ്യുന്നത്, നാച്ചുറൽ കറ്റാർവാഴ വീട്ടിലുള്ളതാണെങ്കിൽ അത് തേച്ച് മസാജൊക്കെ ചെയ്യുന്നത് മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ കാച്ചിയ എണ്ണ, നമ്മുടെ കറ്റാർവാഴയും കയ്യോന്നിയും ഒക്കെ ഇട്ടിട്ടുള്ള എണ്ണ കാച്ചി ഉപയോഗിക്കുക. നിങ്ങൾക്ക് ആ എണ്ണ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കാച്ചാൻ വയ്യ എങ്കിൽ ഇപ്പം പല പല ആയുർവേദ ഓയിലുകളുണ്ട്. ഞാൻ ഇവിടെ കുറേ പിക്ചർ കൊടുക്കാം. അതിനകത്ത് ഏതാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതിനനുസരിച്ച് ഉപയോഗിക്കാം. ഇപ്പം ഹെയർ തന്നെ സ്കിന്നിനെ പോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ളതുണ്ട്. ചില ആൾക്കാർക്ക് സിൽക്കി ഹെയർ ഉണ്ട്. സിൽക്കി ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ആൽമണ്ട് ഓയിൽ ആണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഹെയർ ഫാൾസ് മാറ്റാനും മുടിക്കൊരു സിൽക്കായിട്ട് കിടക്കുന്നതിന് ഓയിലിനെ ഒരു നോർമൽ ഒരു ഇതായിട്ട് നിർത്താനും മുടി പൊട്ടാറുണ്ട് സിൽക്കി ഹെയർക്കാർക്ക്. അതൊന്നും ഇല്ലാതൊക്കെ ഇരിക്കാനൊക്കെ ആൽമണ്ട് ഓയിൽ ബെസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെറിയ ഒനിയൻ്റെ ജ്യൂസ് മുടിയിൽ തേക്കുന്നത് നല്ലതാണ്. ചില ആൾക്കാർക്ക് ചെറിയ ഉള്ളിയുടെ നീരുണ്ടല്ലോ, അതായത് സവാളയുടെ നീരും ചെറിയ ഉള്ളിയുടെയൊക്കെ നീരുണ്ടല്ലോ, ചില ആൾക്കാർക്ക് പറ്റാതെ വരും. അങ്ങനെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുടി മുഴുവനായിട്ട് തേക്കാനായിട്ട് നോക്കുക. കാരണം എൻ്റെ അടുത്ത് വന്ന പല ആൾക്കാരും പറയുന്ന പ്രശ്നം വെച്ചാൽ ഒനിയൻ ജ്യൂസ് തേച്ചതിന് ശേഷമാണ് മുടി ഒഴിയുന്നത്. പിന്നെ ഉലുവ നീര് ഉലുവ അരച്ചിട്ട് തേക്കുമ്പോഴൊക്കെ ചില ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ ചില ആൾക്കാർക്ക് മുടി വളരുന്നത് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യം, അതായത് പാരമ്പര്യമായി കിട്ടുന്നതുണ്ട്. ഇപ്പോൾ അമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ മുടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉണ്ടാവും. ഒന്നും ചെയ്യാതിരുന്നാലും നിങ്ങൾക്ക് മുടി കിളിക്കും. ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പം അമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ ഉണ്ട്, വരുന്നില്ല എന്ന് വെച്ച് വിഷമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഹോർമോണൊക്കെ നല്ലപോലെ ലെവലായിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ മുടി വളരും. നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കണ്ട, ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ പോലും അറിയാതെ ഓരോ ദിവസം ഓരോ ഇഞ്ച് വെച്ചാൽ മുടി വളരുന്നുണ്ട്. നമ്മൾ ആരും അറിയത്തില്ല കാര്യം. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ചെയ്തു നോക്കൂ. ഞാൻ പറഞ്ഞ ആ ഒരു ടാബ്ലറ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഉത്തമ പരിഹാരം തന്നെയാണ്. അധികം പൈസ ഒന്നുമില്ല, വെറും 40 രൂപ 50 രൂപ ചിലവാക്കിയാൽ മതി, നിങ്ങൾക്കൊരു മാറ്റം കിട്ടും. എന്തായാലും ചെയ്ത് നോക്കൂ, നല്ലൊരു മാറ്റം കിട്ടും. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ആ ഇഞ്ചിനീർ ഒന്നുകൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെയ്തിട്ട് വന്നിട്ട് അതിൻ്റെ റിസൾട്ട് പറയാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളും. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, മറുപടി പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.